മണ്ണാർക്കാട് എന്നുണ്ടാക്കിയത് കേരളത്തിലെ PWD വകുപ്പ് നാഷണൽ വിഭാഗം അതിന് ഡ്രെയിനേജ് ഉണ്ടാക്കിയത് NHന്റെ റോഡ് വിഭാഗം അതിന് സ്ലാബ് ഇട്ടത് NHന്റെ ആളുകൾ അതിന് കൈവരി വെച്ചത് NHന്റെ ആളുകൾ അതിന് മുകളിൽ കട്ട പതിച്ചത് NHന്റെ ആളുകൾ അതിന് ബോർഡുകൾ സ്ഥാപിച്ചത് NHന്റെ ആളുകൾ. പക്ഷേ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ഒരു കൊട്ട വെച്ചിട്ട് പറഞ്ഞു ഇത് ഞങ്ങളാണ് ഉണ്ടാക്കിയതെന്ന്. ചന്ദ്രന്റെ കുട്ടിയെ കണ്ടത് എന്റെ മകനാണെന്ന് പറയുന്ന അത്രയും തരംതാണ നടപടിയല്ലേ മണ്ണാർക്കാട് നടന്നത്? എവിടെയാണ് വികസനം ഉണ്ടായത്? നൂറുകണക്കിന് വർഷങ്ങളായി മനുഷ്യർ താമസിക്കുന്ന സ്ഥലങ്ങൾ. ഞാൻ പറയട്ടെ, നമ്മുടെ അരയങ്കോട് റോഡിലേക്ക് മാധ്യമ പ്രവർത്തകരെ വിളിച്ചു കൊണ്ടുവരിക. അവിടെ നൂറുകണക്കിന് മനുഷ്യർ എത്രയോ നൂറ്റാണ്ടുകളായി താമസിക്കുന്ന സ്ഥലങ്ങളാണ്. അവിടെ റോഡ് നന്നായോ? മണ്ണാർക്കാട്ടെ UDFന് എല്ലാ കാലത്തും വോട്ട് ചെയ്തിട്ടില്ല, UDFനെ വിജയിപ്പിക്കുന്നതിന് മുന്നിൽ നിന്നിട്ടില്ല. അണ്ടിക്കുണ്ടിലെ റോഡ് നന്നായോ? എവിടെയാണ് റോഡ് നന്നായത്? ഈ മലമാളികളോട് എന്താ പണി നടത്തിയത്? MLA ഫണ്ടിൽ, മെമ്പറുടെ ഫണ്ടിൽ, മുനിസിപ്പാലിറ്റിയുടെ ഫണ്ടിൽ കഴിഞ്ഞ വർഷം എല്ലാം ടാർ ചെയ്തു അല്ലേ? ചെയ്തില്ലേ? ഇക്കുറി ടാറുണ്ട് അവിടെ. ആ ടാറൊക്കെ കുത്തിപ്പൊളിച്ചു. വല്ലാതെ കുത്തിപ്പൊളിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വന്നില്ല, കാരണം മുക്കാലും പോയിട്ടുണ്ടായിരുന്നു. ഇല്ലേ? പോയില്ലേ? ഇപ്പൊ ഇവിടെ കട്ട പതിച്ചു. ഈ കട്ടയുടെ സ്ഥിതി എന്താണെന്ന് അടുത്ത കൊല്ലം അവിടെ അറിയാനില്ല. അല്ല, അങ്ങനെയല്ലേ? ഇവിടെ എന്ത് വികസനമാണ് ഉണ്ടാക്കിയത്? അഴിമതിയുടെ കൂത്തരങ്ങാക്കി മണ്ണാർക്കാടിനെ മാറ്റിയ ആളുകൾ കൊല്ല മുതലുകൾ കൊണ്ട് ആഘോഷം തീർക്കുമ്പോൾ അതിനെതിരെ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ അനുവദിച്ചിരിക്കുന്നു എന്ന് തെളിയിക്കുന്ന സന്ദർഭമാണിത്. ഈ തെരഞ്ഞെടുപ്പ് ഇവിടെ ചിലർക്കൊക്കെ ചായ കിട്ടിയാൽ, ചുവർ കിട്ടിയാൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ ജോസ്പേറ്റി ആദരണീയനായ മുൻ MLA പറഞ്ഞു, അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കാം എന്നാണ് ധാരണയെങ്കിൽ അത് നെല്ലിപ്പുഴ പാലത്തിന്റെ അക്കരെ നടന്നിട്ടുള്ളൂ. പണ്ട് നെല്ലിപ്പുഴയ്ക്ക് ഇക്കരെ വന്നപ്പോ പ്രിയപ്പെട്ട സഖാവ് മൻസൂർ ഇവിടെ ആരെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് തോൽപ്പിച്ച് കാണിച്ചു കൊടുത്ത ചരിത്രമുണ്ട്. ഇക്കുറി ഓട്ടോറിക്ഷയുടെ ഭഗവതിയുടെ മുന്നില നമ്മൾ നിൽക്കുന്നത്. നേരിടുന്ന സ്ഥലത്താണ്, അവിടെ നേരിൽ കഴിയും. ചെയർമാൻ സ്ഥാനാർത്ഥി 5ാമത് മത്സരിക്കലാണോ 4ാമത് മത്സരിക്കലാണോ എന്ന് തർക്കം. പക്ഷെ നിങ്ങൾ അങ്ങനെ തർക്കിക്കേണ്ട കാര്യമില്ല. ഇടതുപക്ഷ ജനാധിപത്യത്തിനുള്ളിൽ ചെയർമാൻ ഉണ്ടാകും. ആ ചെയർമാൻ ഉണ്ടായാൽ ഒരു കാര്യം കൂടി ഞാൻ നടപ്പിലാക്കും. 7 കൊല്ലത്തെ നികുതി പിരിച്ച് ലക്ഷങ്ങൾ ദൂർത്തരിക്കാമെന്ന് തീരുമാനിച്ച ആളുകളോട് ഞങ്ങൾ പറയുന്നു, ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യത്തെ ഭരണസമിതി യോഗത്തിൽ മണ്ണാർക്കാട്ടെ തെരഞ്ഞെടുപ്പ് വരുന്ന പുതിയ ചെയർമാനും അതുപോലെ തന്നെ അതിലെ മെമ്പർമാരും ആദ്യത്തെ തീരുമാനമെടുക്കുക. മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി 7 വർഷത്തെ എന്ന് തീരുമാനിച്ച് പിരിച്ചെടുത്ത പൈസ തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനം ഞങ്ങൾ എടുക്കും. ഇവിടെ കേസിന് പോയ ആളുകളുണ്ട്, അവർക്ക് ആനുകൂല്യം കൊടുക്കേണ്ടി വരും. പക്ഷെ ആമിന ടീച്ചറെ ഞങ്ങൾ പറയുന്നു, ഈ കൂട്ടത്തിലെ പ്രായമുള്ള ആമിന ടീച്ചറെ സാക്ഷി നിർത്തി ഞങ്ങൾ പറയുന്നു, മുഴുവൻ ആളുകളുടെയും പണം 3 വർഷത്തിലേറെ പിരിക്കാൻ കഴിയില്ല എന്ന് കേരളത്തിലെ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കൂടുതൽ പൈസ വാങ്ങിയത് മുഴുവൻ തിരിച്ചു കൊടുക്കാനുള്ള തീരുമാനമായിരിക്കും ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന ഭരണസമിതിയുടെ കാലത്ത് ആദ്യത്തെ തീരുമാനമാകുക.